ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാലും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലോട്ട് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 2-3 ഏലക്കായ ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പകുതി ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഗോതമ്പ് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതുകൂടി അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ടുള്ള ഒരു മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ ഒരു അളവ് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് കുറച്ചുകൂടി തിക്നെസ് ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതാ ചൂടായിട്ടുള്ള പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ആവണമെന്നില്ല, ബട്ടറോ നെയ്യോ ഒക്കെ നമുക്ക് ഇതിലോട്ട് ഇടിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഭാഗം ഒന്ന് ഡ്രൈ ആയാൽ അവിടെയും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പോലെ തേച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ അവക്കോടയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഒരു തോലൊക്കെ ഒഴിവാക്കിയിട്ട് ചെറുതാക്കിയിട്ട് കട്ടാക്കി നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് പാൽ കൂടി ഇതിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. മീൻ കൊണ്ട് ഞാനിതാ ഇത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അവക്കോടയുടെ ഒരു ഫില്ലിങ് എത്ര വേണം അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ഇതുപോലെ തേച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.